ഹായ് ഗായ്സ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോയിൽ ATX UK ആ ഒരു പേപ്പറിലെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇത് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ബിക്കോസ് നമുക്ക് പലതരത്തിൽ ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും. നല്ല പ്രോപ്പറായിട്ട് ടാക്സ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ടാക്സ് വരെ പേ ചെയ്തിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഒരു ടാക്സും പേ ചെയ്യാതെ ഉള്ള ടാക്സ്, മറ്റ് ഇൻകം സോഴ്സിൽ നിന്നുള്ള ടാക്സ് എല്ലാം അത് ഒരു 0 ലെവലിലോട്ട് വരെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനാണ്. അതിന് സഹായിക്കുന്ന കുറച്ച് ഏരിയാസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ആക്ച്വലി പൊതുവെ UK എല്ലാ ടാക്സ് പ്ലാനേഴ്സും യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ISA ആണ്. ഓക്കെ, സോ 4 ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആണുള്ളത്. അതായത് ടാക്സ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്ന 4 ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് ആണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ISA മീൻസ് ഇൻഡിവിജ്വൽ സേവിങ് അക്കൗണ്ട് എന്ന് പറയാം. വിച്ച് മീൻസ് ഒരു സെക്കൻഡ്, നമ്മൾ സാധാ ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഒരു ISA സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ നാട്ടിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ, ഷെയർസ് ഒക്കെ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയുള്ളൊരു ഒരു 2 ഫീച്ചേഴ്സും ഉള്ള ഷെയറും നമുക്ക് ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സേവിങ് അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ 2 ഇൻ്റഗ്രേറ്റഡ് ഫീച്ചേഴ്സ് വരുന്നൊരു അക്കൗണ്ടാണ് ISA എന്ന് പറഞ്ഞത്. സോ ഇതിനകത്ത് നമുക്കൊരു പെർ ഇയറിൽ ഒരാൾക്ക് 20,000 വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ടാക്സ് വരില്ല. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ട് വരും. ക്യാപിറ്റൽ ഗെയിൻ ടാക്സും വരുന്നില്ല. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലാൻ. ഇപ്പം ഒരാൾക്ക് അയാൾ മരിച്ചു എന്ന് വിചാരിക്കുക, ആ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന 20,000 ഉണ്ടല്ലോ ബാലൻസിങ് അലവൻസ്, അത് സ്പൗസിനോ പാർട്ട്ണർക്കോ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ഇനി 16 ഇയർ ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ISAയിൽ ക്യാഷ് അക്കൗണ്ട്, അതായത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സേവിങ്സ് അക്കൗണ്ട് പോലൊരു അക്കൗണ്ട് മാത്രമേ പറ്റുള്ളൂ. 18 വയസ്സിന് മുകളിൽ പോയാൽ മാത്രമാണ് ഷെയർസൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ ISA നമ്മൾ കവർ ചെയ്തു. ഇനി രണ്ടാമത്തെ പ്ലാനാണ് EIS. ഓക്കെ, EISൻ്റെ കേസിൽ വരുന്ന സമയത്ത് സോ ഇത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡിഫറൻസ് ആണ്. നമ്മൾ ISA പോലെ നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സ്കീമൊന്നുമല്ല. EIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ 1 സെക്കൻഡ്, എൻ്റർപ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്. അതായത് നമ്മൾ ഒരു കമ്പനി അവർ ഇനീഷ്യൽ ഓഫറിങ്, അതായത് നമ്മളിപ്പോൾ IPO ഒക്കെ പോലെ ചെയ്യില്ല, IPO സ്റ്റാർട്ടിങ് ടൈമാണ്, അവർ ഫസ്റ്റ് ടൈം അവർ ഫണ്ട് റൈസ് ചെയ്യാണ്. സോ ഇത് പബ്ലിക് കമ്പനീസിനല്ല EIS ഉള്ളത്, നോട്ട് പബ്ലിക് കമ്പനീസ്. പക്ഷേ അൺലിസ്റ്റഡ് ആയിട്ട് പ്രൈവറ്റായിട്ടൊരു കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് റിസ്ക് ഉണ്ട്, ഒരു ഹെവി റിസ്ക് ഉണ്ട്. കാരണം പുതിയ കമ്പനീസാണ്. അപ്പോൾ ഗവൺമെൻറ് HMRC ഇതൊന്ന് ഇൻസെൻറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഇത്രയും റിസ്ക് എടുക്കുന്ന ആളുകളല്ലേ, അപ്പോൾ ഇതിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നൊരു ടാക്സ് റിലീഫാണ്. അപ്പോൾ ഇതിലൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മില്യൺ വരെ നമുക്ക് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 1 മില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മില്യൺ എന്നല്ല, നമ്മൾ എത്രയാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 30% കിട്ടും. ഇപ്പോൾ 1 മില്യൺ ആണെങ്കിൽ 300,000 കിട്ടും. ഇനിയിപ്പോൾ വേറെ ഒരു 1 lakh ആണെന്നുണ്ടെങ്കിൽ 30,000 കിട്ടും. അത്രയും എമൗണ്ട്, ഇതൊക്കെ പൗണ്ടിലാണ്, ഇത് ആക്ച്വലി വലിയൊരു എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടാക്സ് റിലീഫ് കിട്ടും. പോരാത്തതിന് ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു റിലീഫ് ഉണ്ടല്ലോ 30% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കഴിഞ്ഞ കൊല്ലത്തിലോട്ട് ക്യാരി ബാക്ക് ചെയ്യാനും പറ്റും. പക്ഷേ ഇതിൻ്റെ ഡിവിഡൻഡ് എന്താണ്, നോർമൽ ഡിവിഡൻഡ് പോലെ തന്നെ ഇതിനെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ നമ്മൾ ISAയുടെ കേസിലോ ദാറ്റ്സ് ആക്ച്വലി ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ISAയുടെ കേസിൽ
ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടത്, നമ്മളിത് ആക്ച്വലി ലാസ്റ്റ് കവർ ചെയ്യും. ഓക്കെ, ദെൻ ഇതിലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് റിലീഫ് ഉണ്ട്. ലൈക്ക് നമ്മളൊരു 3 ഇയറിലോട്ട് ഇത് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് CGT ആൾസോ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ CGTയിൽ റിലീഫ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സ്, അതായത് 2 ഇയർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BPR കിട്ടും. ഒരു നമ്മൾ IHTയിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണത് BPR, ബിസിനസ് പ്രോപ്പർട്ടി റിലീഫ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ EIS റീഇൻവെസ്റ്റ്മെൻറ്റ് റിലീഫാണ്. അതായത് വേറൊരു അസറ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ട് ആ എമൗണ്ട് ഉണ്ടല്ലോ കിട്ടിയ പ്രൊസീഡ്, അത് നമ്മൾ നേരെ ഡയറക്റ്റ്ലി ഇതിലോട്ട് EISലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴയ അസറ്റിലെ ഗെയിന് നമുക്ക് ഡെഫർ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ EIS റീഇൻവെസ്റ്റ്മെൻറ്റ് റിലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ 3 ഇയർ ഹോൾഡ് ചെയ്തില്ല, നമ്മൾ 2 ഇയർ ആണ് ഹോൾഡ് ചെയ്തത്. 2 ഇയർ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിലീഫ് ഉണ്ടല്ലോ, നമ്മൾ 30% റിലീഫ്, അത് ക്ലോ ബാക്ക് ആവും. ക്ലോ ബാക്ക് മീൻസ് തിരിച്ച് HMRCക്ക് തന്നെ നമ്മളെടുത്ത റിലീഫ് തിരിച്ച് അങ്ങോട്ട് പേ ചെയ്യണം എന്നർത്ഥം. സോ ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ലൈക്ക് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്കീമാണ് SEIS എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ, SEIS. സോ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് SEIS എന്നുള്ളത്. ഇത് EIS പോലെ തന്നെയാണ്, സെയിം 3 ഇയർ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. പക്ഷേ ഇതെന്താണ്, ഇത് കുറച്ചുകൂടെ സ്മോൾ കമ്പനീസാണ്. സീഡ് എൻ്റർപ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, അതായത് തുടക്കത്തിലുള്ള ഈവൻ നമ്മൾ EISനേക്കാളും കുറച്ചും പാടെ ബിഗിനിങ് സ്റ്റേജിലുള്ള കമ്പനീസാണ്, സീഡ് ഫേസിലൊക്കെ, അതായത് സ്റ്റാർട്ടപ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും അതേപോലെ തന്നെ സബ്സ്ക്രൈബാണ്. നേരത്തെ EISൽ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബാണ്. അതായത് തുടക്കത്തിലുള്ള ഇനീഷ്യൽ ഓഫറിങ് ടൈമിൽ നമ്മൾ നേരെ ഡയറക്റ്റ്ലി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന സംഭവമാണ്. ഇതിനും കണ്ടീഷൻസ് ഉണ്ട്. ലൈക്ക് എന്താണ്, നമ്മൾ 30% മുകളിൽ നമുക്ക് ഇതിൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങൾ പാടില്ല കണ്ടോ, EISലുണ്ടായിരുന്നത്. അപ്പം അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദെൻ ഇവിടെ വരുന്നത് 200,000 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേതിൽ 1 million ഉണ്ടായിരുന്ന ലിമിറ്റ്, ഇവിടെ 200,000 വരെ പറ്റും. ഇവിടെ 50,000 ഉണ്ട്, നേരത്തതിൽ 30% ഉണ്ടായിരുന്നുള്ളൂ. സോ അത്തരം ഡിഫറൻസസ് നിങ്ങൾ നോക്കി വെക്കുക. ഇതും ക്യാരി ബാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെയും നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റിലീഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സ് റിലീഫ് ഉണ്ട്. ഒക്കെ 3 ഇയർ തന്നെ കേട്ടോ. 3 ഇയർ ഹോൾഡ് ചെയ്താൽ മാത്രം, ഇത് 2 ഇയർ ഹോൾഡ് ചെയ്താൽ കിട്ടും. ദെൻ അറ്റ്ലീസ്റ്റ് ഉണ്ട് 2 ഇയേഴ്സ്. ഇനി ഇവിടെയും നമുക്ക് റീഇൻവെസ്റ്റ്മെൻറ്റ് റിലീഫ് ഉണ്ട്, ക്ലോ ബാക്ക് അതേപോലെ തന്നെ വരും. സോ നത്തിങ്, വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇനി VCTയുടെ കേസിൽ വരുന്ന സമയത്ത് വെഞ്ചർ ക്യാപിറ്റൽ ട്രസ്റ്റാണ്. അതായത് ഇത് നമ്മൾ മറ്റേതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി ഒരു 1 കമ്പനിയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. EIS ആണെന്നുണ്ടെങ്കിലും SEIS ആണെന്നുണ്ടെങ്കിലും 1 കമ്പനി മീൻസ് നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി, അവർക്ക് കുറച്ച് ഫണ്ട് വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഫേമിൻ്റെ സമീപിക്കും. ലൈക്ക് EIS ഫേമിനോ അല്ലെങ്കിൽ CS ഫേമിനോ നമ്മളെന്ത് ചെയ്യും, ഈ ഫേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫേം ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണിത്. ഓക്കെ, സോ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആകുന്നില്ല, നമുക്ക് VCTയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മളെ ലാസ്റ്റ് തിങ്. ഇതിൽ 2 റൂളേ ഉള്ളൂ. ക്യാരി ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്യാരി ബാക്ക് നമ്മൾ SISനും EISനും നമുക്ക് ക്യാരി ബാക്ക് ചെയ്യാൻ പറ്റില്ല, നോ ക്യാരി ബാക്ക്. അതേപോലെ തന്നെ ഇവിടെ ഡിവിഡൻറ്റിന് എന്തുണ്ട്, ടാക്സ് ഫ്രീ ആണ്. ഡിവിഡൻറ്റ് ടാക്സ് ഫ്രീ ആണ്. നേരത്തെ കേസിൽ 2 ഡിവിഡൻറ്റ് ഉണ്ടല്ലോ, SESൻ്റെയും EISൻ്റെയും ഡിവിഡൻറ്റ് ടാക്സ് അടക്കണമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഡിവിഡൻറ്റ് ടാക്സ് ഫ്രീ ആണ്. ഇവിടെ നമുക്ക് 30% ആണ് വരുന്നത് ടാക്സ് റിലീഫ്, മാക്സിമം 200,000 തന്നെയാണ്. ഓക്കെ, ഇവിടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവർ പല പൂൾ ചെയ്തിട്ട് പല കമ്പനീസിൻ്റെ ഷെയർസിന് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് റിസ്ക് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി EISും SESും. ഓക്കെ, എനിവേ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടോ, ഇല്ല. ഇത് നമുക്ക് 3 ഇയർ അങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതൊന്നുമില്ല. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് എന്താണ്, ഇല്ല, വരുന്നില്ല. ഇനി ഇൻഹെറിറ്റൻസ് ടാക്സ് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സംപ്റ്റ് ആണെന്നുണ്ട്, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നില്ല. പക്ഷേ ഇൻഹെറിറ്റൻസ് ടാക്സിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആ BPR പറഞ്ഞിട്ടുള്ള ആ സംഭവം ഉണ്ടായിരുന്നല്ലോ, BPR ബിസിനസ് പ്രോപ്പർട്ടി റിലീഫ്, അത് ഇവിടെ കിട്ടില്ല നമുക്ക്. ഓക്കെ, VCTയിൽ കിട്ടില്ല. ഇനി വിഡ്രോവൽ ഓഫ് ഇൻകം ടാക്സ് റിലീഫ്, ഇവിടെ 5 ഇയേഴ്സ് ഹോൾഡ് ചെയ്യണം. 5 ഇയേഴ്സ് ഹോൾഡ് ചെയ്തില്ലാണെങ്കിൽ ക്ലോ ബാക്ക് ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് പഠിക്കാനുള്ളത്, VCTക്കകത്ത് പഠിക്കാനുള്ളത്. സോ എനിവേ നമ്മൾ ആ ഒരു കംപ്ലീറ്റ്ലി എല്ലാ ഷെയർസിൻ്റെ സ്കീംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ,
സോ എനിവേ ഗൈസ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.